3 വർഷം കൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ തിരക്കഥയെ 3 മാസം കൊണ്ട്, അതായത് 100 ദിവസം കൊണ്ട് ഞാനൊരു നോവലാക്കി മാറ്റുകയാണ്. ഇന്ന് എൻ്റെ എഴുത്തിൻ്റെ 5ാമത്തെ ദിവസം, ഡേ 5. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ആദ്യത്തെ 2 ദിവസം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ലായിരുന്നു. എങ്ങനെ എഴുതി തുടങ്ങണമെന്നും എൻ്റെ തിരക്കഥയെ എങ്ങനെ നോവലിലേക്ക് മാറ്റണമെന്നുമുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ ആ 2 ദിവസം കൊണ്ട് കിട്ടിയ ഐഡിയകളൊക്കെ എഴുതി വെച്ചിരുന്നു. തുടർന്ന് ആ ഐഡിയയിൽ നിന്നാണ് 3ാമത്തെ ദിവസം മുതൽ ഞാൻ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ 5 ദിവസം കൊണ്ട് എനിക്ക് 10 പേജ് എഴുതാൻ കഴിഞ്ഞു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. വിഷ്വൽ മീഡിയമായ തിരക്കഥയെ ലിറ്റററി മീഡിയമായ നോവലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നറേഷനും ഡിസ്ക്രിപ്ഷനും എഴുതുന്നതായിരുന്നു. സ്ക്രീൻ പ്ലേയിൽ നമ്മൾ നറേഷനോ ഡിസ്ക്രിപ്ഷനോ എഴുതുന്നത് വളരെ പെരിഫറൽ ആയിട്ടായിരിക്കും. പക്ഷേ നോവലിൽ എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് എഴുതണം. തിരക്കഥയിൽ ഒരു സീൻ എഴുതുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നോവലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇന്നർ ലെയേഴ്സ് ഉള്ള എഴുത്താണ് ആവശ്യം. എങ്കിൽ മാത്രമേ വായനക്കാർക്ക് കഥാപാത്രത്തെയും കഥാലോകത്തെയും കൂടുതലായി ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. സിനിമയായിട്ട് കാണുമ്പോൾ പ്രേക്ഷകർക്ക് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും എഴുത്തുകാരനും സംവിധായകനും പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ നോവൽ വായിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വായനക്കാരുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർത്തുന്ന തരത്തിലുള്ള എഴുത്തു വേണം ഓരോ എഴുത്തുകാരനും സമീപിക്കേണ്ടത്. അത്തരമൊരു എഴുത്തിന് ഭാഷയാണ് പ്രധാനം. വായിച്ചു മാത്രം പരിചയമുള്ള ഭാഷയെ എഴുതാൻ കൂടി ശീലിക്കണം. വരുന്ന ദിവസങ്ങളിൽ എൻ്റെ എഴുത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്റ്റാർട്ട് റൈറ്റിംഗ്, കീപ് റൈറ്റിംഗ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ഷാൻ പെൻ. ലവ്.